പൈസ വേണം, ഞാൻ വെറുതെ ചോദിച്ചല്ല, ഞാൻ പറഞ്ഞു തരാൻ വഴി. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? സമ്പത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ആ പൊക്കിയ കൈ കൊണ്ട് പോക്കറ്റിൽ നിന്ന് വല്ലത് എടുത്താ ബക്കറ്റ് ഇട്. ആദ്യം കിട്ടിയതിൽ നിന്ന് കൊടുക്കണില്ല, ഇനി നിനക്ക് കുറച്ചുകൂടെ വേണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്തായാലും പറഞ്ഞു തരാം. സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. താത്താമാരൊക്കെ സ്വർണത്തിന് എന്താ പറയണേ? ജങ്കാർ, ബംഗാർ. ബംഗാർ ബക്കറ്റ് ഇട്. ഞാൻ പറഞ്ഞു തരാം ജങ്കാർ വാങ്ങാനുള്ള വഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ ഉണ്ടാവണ വേണോ? നിങ്ങൾക്ക് പണത്തിൽ ബർക്കത്ത് വേണോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹു, സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, സഹാബിയ. ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി. കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി. വാപ്പ തന്റെ പൊന്നാര മകനെ നോക്കിയിട്ട് കാണുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല നബിയെ, ആകെ പ്രയാസമാ, എന്റെ മകനെ കാണുന്നില്ല. പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ല വഅഖ്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകനെ കാണുന്നില്ല എന്ന് പ്രവാചകന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞ വാപ്പാനോട് പറഞ്ഞു, അള്ളാനെ പേടിച്ച് ജീവിക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ അധികമായിട്ട് പറയൂ എന്ന് നബിയിന റസൂലുള്ളാഹി. ഈ ദിക്ർ അധികമായിട്ട് പറയണം. ഏത് ദിക്ർ? ഒന്ന് പറഞ്ഞങ്ങായി ഉറക്കെന്ന് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്റൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല. അങ്ങനെ രാത്രി നോക്കിയപ്പോ ഒരു വലിയ ബഹളം കേൾക്കുന്നു വീടിന്റെ പുറത്ത്. വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്ക. രാത്രി വന്നിട്ട് വാതിലിൽ മുട്ട. അങ്ങനെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ വാതിൽ തുറന്നു നോക്കിയപ്പോ സാലിം എന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട്. വാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ 100 ഒട്ടകങ്ങൾ അതിന്റെ ചുമടും ചുമന്നുകൊണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക. 100 ഒട്ടകം, 100 ഒട്ടകങ്ങൾ അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് 100 ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കുക. വാപ്പ ചോദിച്ചെടാ സാലിമ എവിടെ പോയിരുന്നു? അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചോണ്ട് പോയിരുന്നു. നീ എങ്ങനെ വന്നടാ? ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി? സാലിം എന്ന് പറയുന്ന സഹാബി പറയുന്നു, വാപ്പാ, കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് 4 പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നതാ. കൊള്ളക്കാര് അവര് കള്ളു കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിട്ടിയവന്മാർക്കൊക്കെ 2 കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാരെടുത്ത് വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ വാപ്പ പറഞ്ഞു, ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, കാരണം ഇത് നിന്റെതല്ല, ഇത് നിന്റെതല്ല. ഇല്ല വാപ്പ, ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ പറഞ്ഞു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാം. അങ്ങനെ രാവിലെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ലാ ഹൗലയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് കടന്നു ചെന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമകനെ കൊള്ളക്കാരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവിടെ നിന്ന് 100 ഒട്ടകവും അതിന് ചുമക്കാനുള്ള സമ്പത്തും അവിടെ നിന്ന് അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എനിക്ക് വേണ്ട, അതെന്റെ മോൻ എടുക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അത് സാലിമിനുള്ളതാ, അത് സാലിമിനുള്ളതാ. എന്തിന്റെ പ്രതിഫലമെന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള്, സാമ്പത്തികമായി തകർന്നു പോയ പെങ്ങള്, രക്ഷപ്പെടാനുള്ള വഴിയാ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാ, 99 രോഗങ്ങൾക്കുള്ള മരുന്നാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനാ